ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ആക്ച്വലി ഞാൻ ഓക്കെ ആണ്, ബെറ്റർ ആണ്, ഇന്നലത്തേക്കാൾ ബെറ്റർ ആണ്. ഇന്നലെ പെട്ടെന്നായിരുന്നു ഒരു ഇങ്ങനെ നീരിറങ്ങിയതാണോ എന്താ സംഭവം എനിക്ക് തന്നെ പിടികിട്ടിയില്ല, എന്തോ പറ്റി. സാരില്ല, അങ്ങനെ വന്നും പോയിക്കൊണ്ടും ഇരിക്കുമായിരുന്നു. ഇന്ന് എൻ്റെ വേദനയും പെയിനും ഒക്കെ, ബട്ട് കുഴപ്പമില്ല, ഓക്കെ. മരുന്ന് കഴിക്കുമ്പോൾ ലേശം റിലീഫ് ഉണ്ട്. അപ്പോൾ തൽക്കാലം ന്യൂ മൂണിൻ്റെ എനർജീസ് എല്ലാവരും ഐ തിങ്ക് കുറേ പേര് അപ്സെറ്റ് ആയിട്ടും ഒരു പ്രശ്നങ്ങളും ഒക്കെ എല്ലാവരും അപ്പ് ആൻഡ് ഡൗണും, ഇമോഷണൽ അപ്പ് ആൻഡ് ഡൗണും എനർജി അപ്പ് ആൻഡ് ഡൗണും ഒക്കെ ഉണ്ടാവും. ഞാൻ അതിനെക്കുറിച്ച് ഇന്നലത്തെ റീഡിങ്ങിൽ പറയാൻ വിട്ടുപോയി. ഐ തിങ്ക് ഇന്നും സെക്കൻഡ് തേർഡ് ഒക്കെ ആയിട്ടാണ് അതിൻ്റെ ന്യൂ മൂണിൻ്റെ എഫക്റ്റ് പറയുന്നത്. ഓക്കെ, സോ എന്തായാലും ശരി, നമുക്ക് ന്യൂ മൂണിൻ്റെ അമാവാസി ദിവസത്തിൻ്റെ നമുക്ക് ഇഫക്റ്റ് എന്താണ് നിങ്ങളുടെ ലൈഫിൽ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നും അധികം നീട്ടുന്നൊന്നുമില്ല. ഓക്കെ, പറ്റുന്നത്ര. ആക്ച്വലി എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരു എൻ്റെ റൊട്ടീൻ്റെ ഒരു ഭാഗമായി അല്ലേ, രാവിലെ എണീക്കുക, എൻ്റെ കാര്യങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞാൽ മുമ്പ് റീഡിങ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചായിട്ട് റീഡിങ്സ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൽ ഇരിക്കും. പിന്നെ ഒന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ റെക്കോർഡിങ് തുടങ്ങും, അപ്ലോഡ് ചെയ്യാൻ റെഡിയാക്കും. നിങ്ങൾക്ക് രാവിലെ കിട്ടുമ്പോഴേക്കും കിട്ടാനുള്ള ആ ഒരു പ്ലാനിങ്, അങ്ങനെ ഒരു ഒരു റുട്ടീൻ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നു പോവാണ്. അപ്പോൾ ഒരു ശീലങ്ങൾ എനിക്കൊന്ന് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു വിഷമവും ഇതും ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഞാൻ റീഡിങ്സ് എങ്ങനെയെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇതിലിരുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. ഓക്കെ, നമുക്ക് റീഡിങ് നോക്കാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ കാർഡ്സ് ഏതാ വരണം നോക്കാം. എന്താണെന്ന് യൂണിവേഴ്സ് എന്താ നിങ്ങളോട് പറയുന്നത്? ചാരിയറ്റ് ആണ് ആദ്യത്തെ. നേച്ചർ ആർക്കാണ് തന്നെയാണ്. 8 ഓഫ് വിന്റർ. ഓക്കെ, കിങ് ഓഫ് വിന്റർ. ഇത് 8 ഓഫ് സോഡ്സ് എനർജിയാണ് കേട്ടോ. ടാരോവും കൂടിയിട്ടാണ് ഇതിൽ, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇതിൽ മെസ്സേജും കിട്ടും. 8 ഓഫ് സോഡ്സും കിങ് ഓഫ് സോഡ്സ് ആണിത്. ഓക്കെ, കിങ് ഓഫ് സമ്മർ ഉണ്ട്. ഓക്കെ, ഐ തിങ്ക് ഇത് കിങ് ഓഫ്, എനിക്ക് ചിലത് എനിക്ക് ക്ലിയർ അല്ല. ഐ തിങ്ക് പെൻറ്റിക്കിൾസ് ആണ്, അല്ലെങ്കിൽ വോൺസ് ആയിരിക്കാം. ഓക്കെ, 4 ഓഫ് ഓട്ടം. ഓക്കെ, 2 ഓഫ് ഓട്ടം. പെൻറ്റിക്കിൾസ് ആണ്. ഓക്കെ, യാ, ഓക്കെ. യൂണിറ്റി ആൻഡ് 2 ഓഫ് വിന്റർ. ഇത് 2 ഓഫ് സോഡ്സ് ആണ്. ഇത് സോഡ്സ് ആണ്. വിന്റർ എന്ന് പറയുമ്പോൾ സോഡ്സ് ആണ്. ഇത് പെൻറ്റിക്കിൾസ് ആണ്. ഇതാണ് പെൻറ്റിക്കിൾസ്. ഓക്കെ, ഇത് ഐ തിങ്ക് വോൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇതായിരിക്കാം. ഓക്കെ, നമ്മുടെ വോൺസ് അല്ലെങ്കിൽ കപ്സ് ആയിരിക്കാം. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, സാരില്ല, വിരോധമില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളുടെ അടുത്ത് ഒരു ഈ ന്യൂ മൂൺ കൊണ്ടുവരുന്നത്, ഓക്കെ, ഒരു മൂവ്മെൻ്റ് ആണ് കൊണ്ടുവരുന്നത്. ഒരു ലൈക്ക് ഒരു മാറ്റം എന്ന് പറയാം, നമുക്ക് മൂവ്മെൻ്റ് എന്ന് പറയാം. ഓക്കെ, ഒരു എനർജിയിൽ ഒരു ചേഞ്ച് എന്ന രീതിക്ക് പറയാം. അതായത് ഇപ്പോൾ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരു ചേഞ്ച് എന്ന രീതിക്ക് നമുക്ക് പറയാം. ആക്ച്വലി എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഇതൊക്കെ തന്നെയാണ് വരിക. ബട്ട് ന്യൂ മൂൺ എനർജീസ് ചില കാര്യങ്ങളെ നമ്മൾ മേലേക്ക് കൊണ്ടുവരും, ചില ഇമോഷൻസ് നമുക്കൊന്ന് മേലേക്ക് കൊണ്ടുവരും അല്ലേ. അപ്പോൾ അത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഇമോഷൻസ് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ആയി കഴിയുമ്പോൾ ഒക്കെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും ചില തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ ഒരു 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 ചേഞ്ചിൻ്റെ സമയമാണെന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഇതിൽ യു ക്യാൻ സക്സസ്ഫുള്ളി ബാലൻസ് വേരിയസ് ഓർ ഓപ്പോസിങ് എനർജീസ് ഓൾ വൺസ് at once, through determination and focus you have earned the rewards and recognition. ഓക്കെ, നിങ്ങളോട് പറയുന്ന ഒന്ന്, നിങ്ങൾക്ക് റെക്കഗ്നിഷൻ റിവാർഡ്സ് ഒക്കെ കിട്ടും എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് ഒരു അംഗീകാരം കിട്ടുക എന്ന രീതിക്കാണ്. മാറ്റങ്ങൾ വരുന്നത് നല്ല മാറ്റങ്ങളാണെന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ചാരിറ്റിൽ നമ്മളെപ്പോഴും 2 കുതിരയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ആ കുതിര എന്ന് പറയുമ്പോൾ 2 ഭാഗത്തേക്ക് നമ്മൾ അങ്ങനെ വലിക്കുന്ന ഒരു തരത്തിലാണ് നമ്മൾ പറയുക. സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അതിനെല്ലാം ബാലൻസ് ചെയ്ത്, അതായത് രണ്ടിനെയും ഒരേ വഴിക്ക് നമ്മൾ കൊണ്ടുപോകണം. അതായത് ഒരു കുതിര അങ്ങോട്ട് ഓടാൻ നിൽക്കും, ഒന്ന് ഇങ്ങോട്ട്. നമ്മുടെ മനസ്സിനെ വിചാരിക്കുക നിങ്ങൾ. ഓക്കെ, നമ്മുടെ മനസ്സിലെ ചിന്തകൾ ഒരു ഭാഗത്തേക്കും മറ്റേ ഭാഗത്തേക്കും നമ്മളിങ്ങനെ 2 ഭാഗത്തേക്കും വലിച്ചുകൊണ്ടിരിക്കും അല്ലേ. സോ അതിനെ രണ്ടും കൂടി നമ്മൾ ഫോക്കസ് കൊടുത്ത് ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാം എന്ന രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ മൂവ്മെൻറ്റും ആവാം. അതായത് നമ്മുടെ ചിന്തകളുടെ ഒരു ഡയറക്ഷൻ നമ്മൾ ഫോക്കസ് കൊണ്ടുവരിക, ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുക എന്ന രീതിക്ക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അപ്പോഴേ നമുക്കൊരു കാര്യത്തിൽ നമുക്ക് ശരിക്കും ആക്ഷൻ എടുത്ത് മുന്നോട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലേ. ഫോക്കസ് വേണം.
അപ്പോൾ അത് ആ ഫോക്കസ് നിങ്ങൾക്ക് വരുന്നു എന്ന രീതിക്ക് പറയാം. എനിക്ക് എന്തിലേക്കാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എന്താണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എന്ത് കാര്യമാണ് നിങ്ങൾ ഫോക്കസ് കൊടുത്ത് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരും. ആൻഡ് നിങ്ങൾ അതിന് ചെയ്യാൻ തുടങ്ങുമെന്ന രീതിക്ക് പറയാം. നമുക്ക് മാറ്റങ്ങൾ അങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പം മൂവ്മെൻറ്റ് വരും. നിങ്ങളുടെ ജീവിതത്തിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ആൻഡ് അത് വളരെ പോസിറ്റീവായ ഒരു ഡയറക്ഷനിലേക്കാണ് മൂവിങ് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് ചിലവർക്ക് യാത്രകൾ കാര്യങ്ങളുണ്ടാവാം. നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കും. ഓക്കെ, യാത്ര പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കാം. ചിലവർക്ക് മാറ്റങ്ങൾ, നമ്മൾ ജോലി മാറ്റം, സ്ഥലം മാറ്റം, അങ്ങനത്തെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു നല്ലൊരു പ്രോഗ്രസ് എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, നിങ്ങൾ എന്ത് ജോലി ചെയ്യുമ്പോഴായാലും അതിലും ഒരു നല്ലൊരു കുറച്ചുകൂടി നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുമെന്നെടുക്കാം. ആൻഡ് 8 ഓഫ് സോർഡ്സ് പറയുമ്പോൾ നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന കാര്യം. ഓക്കെ, നിങ്ങൾക്ക് ഇറ്റ്സ് ഈസി ടു കൺവിൻസ് യുവർ സെൽഫ് ദാറ്റ് യു ആർ ട്രാപ്ഡ് when you really aren't. Okay, trust that God will lift you to new heights and give you a greater self confidence if you affirm your fear. Actually നമ്മൾ എപ്പോഴും പറയാറുണ്ട്, 8 of swords നമ്മൾ എന്താ പറയാറ്, പെട്ട് നിൽക്കുന്നു എന്ന തോന്നലാണ്. ഓക്കെ, സ്റ്റക്കാണ് നമ്മൾ, ചില സിറ്റുവേഷനിൽ സാഹചര്യങ്ങൾ നമ്മളെ ബന്ധിച്ചിരിക്കുന്നു എന്ന തോന്നലാണ് നമുക്ക്. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് എന്തിൽ നിന്നും സാഹചര്യത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ നമ്മൾ തീരുമാനിച്ചാൽ മതി. നമുക്കതിൽ നിന്ന് പുറത്ത് വരണം എന്ന്, അതിനെന്തെങ്കിലും ഒരു വഴി കിട്ടും. ഓക്കെ, കിട്ടാതിരിക്കില്ല. നമ്മൾ പറയുന്ന ഓക്കെ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യില്ല, അപ്പോൾ എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല. ചിലവർ മാരീഡ് ആൾക്കാർ, നമ്മൾ ലേഡീസിൻ്റെ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, കുട്ടികളെ വീട്ടിൽ ഞാൻ എങ്ങനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ ജോലിക്ക് പോകും, കുട്ടി ആര് നോക്കും, അങ്ങനെ നമ്മളെല്ലാത്തിനും നമ്മളെ സ്റ്റക്ക് ഫീലിംഗ് അല്ലേ. ഞാൻ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു, സോറി എനിക്ക് തുമ്മൽ വരും. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നത്, ഇപ്പം നമ്മൾ തീരുമാനിച്ചില്ല, എനിക്ക് എന്തായാലും എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ എന്ന് നമ്മളൊരു തീരുമാനം നമ്മുടെ മനസ്സിലെടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് പല വഴികളും തെളിഞ്ഞു കിട്ടാൻ തുടങ്ങും. ഓക്കെ, കുട്ടിയെ ഡേ കെയർ വിടണോ, അതോ വീട്ടിൽ ആരെങ്കിലും കുട്ടിയെ നോക്കാൻ ഹെൽപ്പിനുണ്ടാവുമോ, കുറച്ച് നേരം ആരെങ്കിലും നോക്കാൻ പറ്റുമോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വല്ലതും ചെയ്യാൻ പറ്റുമോ, ഡേ കെയറിൽ എന്താ വേണ്ടത്, നമുക്ക് വഴികൾ നമുക്ക് തെളിഞ്ഞു വരാൻ തുടങ്ങും. ഓക്കെ, നമ്മൾ അല്ല കുട്ടി പാവം അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്, അവിടെ ഇരിക്കുമോ ഇരിക്കില്ലേ, കരയോ, അത് അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ യെസ്, എല്ലാത്തിനും നമുക്ക് തടസ്സങ്ങളെ കാണുള്ളൂ. കാരണം ഞാനിത് അനുഭവിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് പറയുകയാണേ. ഓക്കെ, നമ്മുടെ മനസ്സിൽ ഫീലിങ്സ് അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും അയ്യോ കുട്ടിയെ അവിടെ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞാൽ പാവം അത് കരയില്ലേ. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് പക്ഷെ ജോലി ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റും കൂടി ആലോചിക്കുമ്പോൾ കുട്ടികളെ ഇപ്പം നമ്മൾ വിടുന്നത് കൊണ്ട് മീൻസ് നല്ല സ്ഥലമൊക്കെ നോക്കണം. ഞാൻ പറയുന്നത് ഐ ഹോപ്പ് നിങ്ങൾ വേറെ രീതിയിലൊന്നും എടുക്കരുത്. പക്ഷേ നമ്മൾ എന്ത് കാര്യവും ചെയ്യുമ്പോൾ, എന്തൊരു കാര്യവും നമ്മൾ വേണം എന്ന് വിചാരിച്ചാൽ നമുക്ക് അവിടെ വഴികൾ കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ അപ്പം എന്തെങ്കിലും സ്റ്റക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴികൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. യെസ്, ഓക്കെ, ഞാൻ ശ്രമിക്കാൻ തയ്യാറാണ് എന്ന് മാത്രം മതി ഇവിടെ. ഓക്കെ, ആൻഡ് ഇവിടെ കിങ് ഓഫ് വിന്റർ ഉണ്ട്, കിങ് ഓഫ് സോർഡ്സ് എനർജിയാണ്. ഓക്കെ, അറ്റ് ദിസ് ടൈം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. Okay, be objective and unemotional and act as professionally as possible. If you need advice, seek out the most experienced expert you can find. Okay, King of Swords പറയുമ്പോൾ നമ്മൾ ശരിക്കും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കുന്ന വ്യക്തി. ഓക്കെ, കുറച്ച് നമ്മൾ റൂഡ് എന്ന രീതിയിൽ പറയും ചിലപ്പോൾ, ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും പറയാനുള്ളത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയാം. ഓക്കെ, അതായത് പറയേണ്ട കാര്യം പറയാം എന്ന് വെച്ചാൽ ഇമോഷണലായിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ആ രീതിക്കല്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലല്ല, പക്ഷെ പറയേണ്ട കാര്യം നമ്മൾ പറയും വേണം. ഓക്കെ, അപ്പോൾ ആ രീതി അതെങ്ങനെയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഒരു ട്രൂത്ത് പറയേണ്ട കാര്യമാണ്. ഓക്കെ, നമ്മൾ പറയില്ലേ ശരികൾക്ക് വേണ്ടി നിലകൊള്ളുക, അല്ലെങ്കിൽ ട്രൂത്ത് ആയിട്ടുള്ള കാര്യം നമ്മൾ പറയാൻ പറ്റുക. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഐ തിങ്ക് ചെയ്യേണ്ട ഒരു അവസരം വരുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ. മേ ബി ഇതിൽ നിന്ന് പുറത്തു വരാൻ, ഓക്കെ, നിങ്ങൾ ഈ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പറയാനുണ്ട്, ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് എടുക്കുക എന്നും പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സ്ട്രോങ് ആയിട്ടൊരു ആക്ഷൻ എടുക്കാൻ, കിങ് ഓഫ് സോർഡ്സ് എനർജിയിൽ വന്ന് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അങ്ങനെ ആക്ഷൻ എടുക്കുമ്പോഴേ നിങ്ങൾക്ക് ലൈഫിൽ ഒരു മൂവ്മെൻറ്റ് വരുള്ളൂ. ഈ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിങ്ങൾ പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഓക്കെ, കിങ് ഓഫ് സമ്മറും ഉണ്ട്. കിങ് ഓഫ് സമ്മർ എനിക്ക് ഉറപ്പില്ല, ഒന്നുമില്ലെങ്കിൽ വോൺസ് ആയിരിക്കാം അല്ലെങ്കിൽ കപ്സ് ആയിരിക്കാം. A trustworthy person or relationship enters your life. You may receive wise and compassionate advice from someone who speaks directly from the heart. ഇത് രണ്ടും ആക്ച്വലി കിങ് എനർജിയാണ്. എനിക്കിവിടെ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പറയുന്നത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനൊരു വ്യക്തി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, സോറി ഞാനൊരു ഫുൾ കംഫർട്ടബിൾ അല്ലെന്ന്, നല്ല ഓക്കെ കുഴപ്പമില്ല.
നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി ഉണ്ടാവും എന്ന രീതിക്ക് എടുക്കാം. അതായത് ഇപ്പം നിങ്ങൾ കിങ് ഓഫ് സോഡ്സ് എനർജിയിലാണ് നിൽക്കുന്നത് അല്ലേ. പക്ഷേ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയേണ്ട ഒരു നയപരമായിട്ട് ചിലപ്പോൾ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് മേ ബി നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവും എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ എനർജിയിലേക്ക് കൂടി വരണം എന്നുമായിരിക്കാം. സ്ട്രോങ് ആവണം, അറ്റ് ദ സെയിം ടൈം നമ്മൾ പറയില്ലേ, പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചും പറയണം. ഓക്കെ, സോ രണ്ടും ഐ തിങ്ക് നിങ്ങളുടെ എനർജി ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ. ഒന്ന്, ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്ത് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ഈ രണ്ട് എനർജിയും നിങ്ങൾക്ക് വരണം എന്നുകൂടിയാണ്. അതായത് ഒരു ബാലൻസ് വരണം നിങ്ങളിൽ. ഓക്കെ, നമ്മൾ വെട്ടിത്തുറന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുറച്ചൊരു നമ്മൾ പറയില്ല, ഒന്ന് ന്യായപരമായിട്ട് കൂടി നമ്മളവിടെ ചിന്തിക്കേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട് എന്നുകൂടിയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ 4 ഓഫ് ഓട്ടം നമ്മുടെ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. Be cautious about living a life of extremes. Consider whether you're spending too much, okay, or hoarding. ഇത് നമ്മുടെ തന്നെയാണ്. ഓക്കെ, ചിലവർക്ക് നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. 4 ഓഫ് പെൻറ്റിക്കിൾസ് വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്യുക അല്ലേ. നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കഴിവുകളെ തന്നെ നിങ്ങൾ ഹോൾഡ് ബാക്ക് ചെയ്യുകയാണ്. ഓക്കെ, അത് പേടികൾ കൊണ്ടാണ്. നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ സ്റ്റക്കാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നിയിട്ട് നിങ്ങൾ അവനവൻ്റെ കഴിവുകളെ ഒന്ന് പുറകോട്ട് നമ്മൾ പറയില്ലേ, ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാനാണ് ഈ എനർജി നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ കിങ് ഓഫ് സോഡ്സ് എനർജിയിലേക്ക് വരാം. ഈ ധൈര്യത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ആക്ഷൻ എടുക്കാൻ തയ്യാറാവുകയാണ്. ആൻഡ് നിങ്ങൾ ഒരുപാട്, ചിലവർക്ക് ഇവിടെ പണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതോ വേണ്ട അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ലേ, രണ്ടിലേതോ ഒന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു നമ്മൾ പറയില്ല, ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഓവർ ഗിവിങ് ആണെങ്കിൽ ഓവർ ഗിവിങ് ആണ് നിങ്ങളെന്ന് വിചാരിക്കൂ. ഓക്കെ, നിങ്ങൾ ഒരുപാട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ലേശം നമ്മളൊന്ന് കൺട്രോൾ കൊണ്ടുവരണം. ഓക്കെ, എവിടെയാ ഒരു അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട അവിടെ മീൻസ് ചിലവാക്കേണ്ട കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല പേടിച്ചിട്ട്. മീൻസ് വേറൊന്നുമല്ല, നമ്മുടെ പേടികൾ കൊണ്ട് ചിലവാക്കി കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്നുള്ളൊരു പേടി കൊണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ലോസ് വന്നാലോ എന്നൊക്കെയുള്ള പേടികൾ, നമ്മുടെ ഫിയേഴ്സ് നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ രണ്ട് സിറ്റുവേഷനും ആവാം. നിങ്ങൾക്ക് ഏതാണോ മാച്ച് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, അതുമാത്രമല്ല ഈവൻ ഫീലിങ്സിൻ്റെ കാര്യത്തിൽ ഓവർ എക്സ്പ്രസീവ് ആവാണോ നിങ്ങളതോ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരാണോ, രണ്ടും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക. എല്ലാത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് 2 ഓഫ് ഓട്ടം അഗെയിൻ 2 ഓഫ് പെൻറ്റിക്കിൾസ്. ബാലൻസിൻ്റെ കാര്യം തന്നെയാണ്. ബാലൻസ് മാത്രമല്ല നമ്മളിവിടെ ഒരു തീരുമാനം, അതായത് രണ്ട് കാര്യത്തിൻ്റെ ജഗ്ലിങ് എന്ന രീതിക്ക്. ഓക്കെ, അഗെയിൻ ഇവിടെ എല്ലാവിടെയും എനിക്ക് ഒരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതും നമുക്ക് 2 എന്നുള്ള സിറ്റുവേഷൻ ആയിരുന്നു. മനസ്സിൻ്റെ 2 ഡയറക്ഷൻ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെയും ലൈഫിലെ 2 സിറ്റുവേഷൻ എന്ന രീതിക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും അതിനെ ബാലൻസ് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഓക്കെ, ബാലൻസ് യുവർ വർക്ക് ആൻഡ് പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ജഗിൾ ചെയ്ത് നമ്മൾ ബാലൻസിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു ആലോചിക്കാനുള്ള ഒരു സമയമാണ്. ഓക്കെ, ആൻഡ് ഇവിടെ യൂണിറ്റി എന്ന് കാണുന്നുണ്ട്. എംബ്രേസ് ദിസ് ടൈം ഓഫ് ഡീപ്പ് സ്പിരിച്വൽ ഗ്രോത്ത്. You may feel called to act as a mentor, find a new teacher or spend time with others who are also on a scale. ഓക്കെ, ചിലവർക്ക് ഇവിടെ ഒരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യം ഒരു സമയം ആക്ച്വലി ഈ ഫുൾ മൂൺ ന്യൂ മൂണൊക്കെ വരുമ്പോഴും നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷനോ പ്രാർത്ഥിക്കലോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ഓൾറെഡി സ്പിരിച്വൽ പാത്തിലായിരിക്കാം. സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം, ഇന്നർ വർക്കൊക്കെ ചെയ്യുന്നുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് മേ ബി നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ വഴി കാണിക്കാൻ തയ്യാറായിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഡെവലപ്പ് ആവുമെന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാനോ നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യാനോ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു സമയമായിരിക്കാം. ഓക്കെ, ആൻഡ് ഇതിലൊരു യൂണിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരെ നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കുറേ പേരെ കൂടി നമ്മൾ സ്പിരിച്വൽ പാത്തിലേക്ക് കൊണ്ടുവരിക, കുറേ കൂടി എല്ലാവരെയും ഒന്ന് സെൽഫ് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളൊന്ന് യൂണിറ്റി കൊണ്ടുവരുന്നു എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ 2 ഓഫ് വിൻ്റർ ആണ്. ഇതും നമ്മുടെ കൺഫ്യൂഷൻ്റെ കാര്യം തന്നെയാണ്. ഓക്കെ, ഇത് ഐ തിങ്ക് ഓക്കെ 2 ഓഫ് സോഡ്സ് ആണ് അല്ലേ. ഓക്കെ, 2 ഓഫ് സോഡ്സ് എനർജിയാണ്, 2 ഓഫ് പെൻറ്റിക്കിൾസ് എനർജി ഉണ്ട്. സോ നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട്. അഗൈൻ ആ കൺഫ്യൂഷൻ്റെ കാര്യമായിരിക്കാം നമ്മൾ ആദ്യം തന്നെ ചാരിറ്റിൻ്റെ പറഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള ചില കൺഫ്യൂഷൻസ് ആണ് നിങ്ങളുടെ മൈൻഡിൽ. ഈ ന്യൂ മൂൺ ഫുൾ, ഈ അമാവാസി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇമോഷണലായി പോകുമ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ ഒരുപാട് വരും. ഓക്കെ, അതിൽ ശരി ഏതാണ് തെറ്റേതാണ്, ഞാൻ ഏത് വഴിക്ക് പോകണം മുന്നോട്ട്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് ചില തീരുമാനങ്ങൾ എടുക്കുന്ന. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ
ഓക്കെ, നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടാൻ തുടങ്ങും. എന്താണ് ഞാൻ ഈ മാറ്റങ്ങൾ വരുത്തേണ്ടത് എൻ്റെ ലൈഫിൽ. നമ്മൾ വേറെ ആളെക്കുറിച്ച് ചിന്തിക്കരുത് എപ്പോഴും. ഓക്കെ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഫാമിലി അങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, മറ്റേവരിങ്ങനെയാണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ആരെയും മാറ്റാൻ നമുക്ക് സാധിക്കില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും സെൽഫ് ഡെവലപ്മെൻ്റ് ആണ്. ഓക്കെ, അവനവനിൽ മാത്രം വർക്ക് ചെയ്യുക. ഇന്നർ വർക്ക് നമ്മുടെ ചെയ്യുക. ഇന്നർ വർക്ക് ചെയ്യുന്ന വേറെ ഒരു ഇതിനു വേണ്ടിയിട്ടല്ല, നമ്മൾ അവനവനെ ഡെവലപ്പ് ചെയ്യാൻ മാത്രമാണ്. നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നമ്മളുടേതായ ഒരു ജീവിത മാറ്റിയെടുക്കാം എന്ന് അത്ര മാത്രമേ അതിൽ നിങ്ങൾ ഉദ്ദേശം വെക്കാൻ പാടുള്ളൂ. ഓക്കെ, എന്നാൽ മാത്രമേ അത് നന്നായി നടക്കുകയുള്ളൂ, അത് വേറെ കാര്യം. സോ ഐ തിങ്ക് ആ ഒരു കൺഫ്യൂഷൻ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ അതിൽ നിന്ന് എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏത് കാര്യമാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് കുറേ ആലോചിച്ച് ഐ തിങ്ക് ചില തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മുന്നോട്ടൊരു പ്രോഗ്രസ് എന്ന രീതിക്ക് നമുക്കിവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ ലേശം റെസ്റ്റ്ലെസ് ആണ് ഇങ്ങനെ. ഓക്കെ, എന്തായാലും ഇവിടെ പോസിറ്റീവ് മൂവ്മെൻറ്റ് എന്ന് ആദ്യം തന്നെ നമുക്ക് വന്ന കാര്യം ഫുൾ മൂൺ, ഈ ന്യൂ മൂൺ, അമാവാസി വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും മാറ്റിവെച്ച് ഓക്കെ അതിൽ നിന്ന് നിങ്ങൾ കുറേ പഠിച്ച് ഓക്കെ നിങ്ങൾ മുന്നോട്ട് വന്ന് സെൽഫ് ഡെവലപ്പ് ചെയ്ത് ഓക്കെ സ്പിരിച്വൽ ഗ്രോത്ത് കൊണ്ടുവന്ന് ഓക്കെ നിങ്ങളുടെ ലൈഫിലൊരു നല്ലൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇത് അവസരങ്ങളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഈ ന്യൂ മൂൺ, ഫുൾ മൂൺ ഇങ്ങനത്തെയൊക്കെ വരുമ്പോൾ നിങ്ങൾ അവസരങ്ങൾ നിങ്ങൾ ചില സമയത്ത് വല്ലാതെ ഇമോഷണലായി പോകും അല്ലേ. ആ ഇമോഷണൽ ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അത് വേറെ ആരെങ്കിലും ആയിട്ട് നമ്മൾ കോൺഫ്ലിക്ട്സ് വരിക. ഞാൻ ജനറലായിട്ട് പറയണം കേട്ടോ, എനിക്കറിയാം ഇത് നടക്കുന്ന കാര്യമാണ്. നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഈ സമയത്ത് സംസാരിച്ചാൽ അവിടെ കോൺഫ്ലിക്റ്റ് വരും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മൾ ഹേർട്ടാവും, നമ്മൾ തിരിച്ചെന്തെങ്കിലും പറയും, ദേഷ്യങ്ങൾ വരും, സങ്കടങ്ങൾ വരും, കരച്ചിൽ കാര്യങ്ങൾ വരും. അപ്പം നിങ്ങൾ ആ സമയത്തൊക്കെ നിങ്ങൾ ഈ കാര്യങ്ങളെടുത്ത് ആലോചിക്കാം, എന്താണ് എൻ്റെ മനസ്സിൽ വരുന്നത്, എന്തുകൊണ്ടാണ് ഈ വ്യക്തി എന്തെങ്കിലും പറഞ്ഞത് എന്നെ ഹേർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നെ ഹേർട്ട് ചെയ്യുന്നത്, എന്താണ് എൻ്റെ ഉള്ളിൽ എന്നാ നോക്കുക. മീൻസ് ഞാൻ എന്താണ് ഇതിൽ പഠിക്കാനുള്ളത്, എന്താണ് ഇതിൽ ഞാൻ മാറ്റാനുള്ളത്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കാനുള്ള അവസരങ്ങളായിട്ട് നിങ്ങൾ എടുക്കാം. എനിക്ക് സെൽഫ് ഡെവലപ്മെൻറ്റിലേക്ക് വരാം. ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട, അവനവനെ ഹോൾഡ് ബാക്ക് ചെയ്യണം, കുറച്ചുകൂടി കോൺഫിഡൻസ് കൊണ്ടുവരണം. മെയിനായിട്ട് അതാണ്, കോൺഫിഡൻസ് കൊണ്ടുവരാം. എപ്പോഴും ഇമോഷണൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ ടാരോ കാണുന്ന 90% ആൾക്കാരും ഓക്കെ ഞാൻ ഒരു വേണ്ട പോട്ടെ 75% ആൾക്കാരും വളരെ ഇമോഷണൽ ആൾക്കാരായിരിക്കും. ഓക്കെ, ആ ഇമോഷണൽ ആൾക്കാർക്ക് നമ്മൾ ഈ മൂന്ന് ഒരുപാട് നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്, നമ്മൾ കുറച്ചുകൂടി നമ്മളവിടെ സ്ട്രോങ് ആയിട്ട് ബോൾഡ് ആവേണ്ട ആവശ്യമുണ്ട്. ഒരു ഓവർ ഇമോഷണൽ ആവാൻ പാടില്ല. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു സമയമായിട്ട് എടുക്കാം. ഓക്കെ, ഐ തിങ്ക് എനിക്ക് മതി അല്ലേ എനിക്ക് അഡ്വൈസ് തരാതൊരു ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ ശരിയായി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസമായിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തൊക്കെ എല്ലാവരും നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. എൻ്റെ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. എനിക്ക് വരുന്ന മെസ്സേജസൊക്കെ ഞാൻ കാണുന്നുണ്ട്, ഒരുപാട് പേര് വിഷ് ചെയ്യുന്നുണ്ട്. വളരെ വളരെ താങ്ക് യു, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, നല്ല ദിവസമായിരിക്കട്ടെ, നന്ദി, നമസ്കാരം.